ആരംഭിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് കാശ്മീരിലെ മുഖ്യ മുസ്ലിം പുരോഹിതൻ മിർവൈസ് മുഹമ്മദ് ഉമർ ഫറൂഖ്. ഇന്ത്യക്കെതിരെ പാകിസ്ഥാനിലെ ഉന്നത നേതാക്കൾ വെല്ലുവിളികൾ ഉയർത്തുമ്പോഴാണ് പുരോഹിതൻ ഇത്തരത്തിലൊരു അഭ്യർത്ഥനയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുസ്ഥിരമായ ഇടപെടലിന്റെ അഭാവം മേഖലയിൽ അനിശ്ചിതത്വം, അവിശ്വാസം, കഷ്ടപ്പാടുകൾ എന്നിവ നീണ്ടു നിൽക്കുന്നതിലേക്ക് നയിച്ചുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. സംഭാഷണം ഒരു വിട്ടുവീഴ്ചയല്ല, മറിച്ച് ഒരു ഉത്തരവാദിത്തമാണെന്നാണ് അദ്ദേഹം വാദിച്ചത്. ഇരു രാജ്യങ്ങളും പരസ്പരം മാത്രമല്ല അവരുടെ ബന്ധത്താൽ നേരിട്ട് രൂപപ്പെടുന്ന ദശലക്ഷക്കണക്കിന് ആളുകളോടും കടപ്പെട്ടിരിക്കുന്നു. ശ്രീനഗറിലെ ചരിത്ര പ്രസിദ്ധമായ ജുമാ മസ്ജിദിൽ വെള്ളിയാഴ്ച നടന്ന ഒരു സഭയെ അഭിസംബോധന ചെയ്യവേ നിശബ്ദതയിൽ നിന്നോ സ്തംഭനാവസ്ഥയിൽ നിന്നോ സമാധാനം ഉയർന്നു വരില്ലെന്ന് മിർവൈസ് ഊന്നി പറഞ്ഞു. സ്ഥിരതയുള്ള ആശയവിനിമയം, പരസ്പര ബഹുമാനം, ദീർഘകാലമായുള്ള ആശങ്കകൾ ആത്മാർത്ഥതയോടെ പരിഹരിക്കാനുള്ള സന്നദ്ധത എന്നിവയിലൂടെയാണ് അത് കെട്ടിപ്പടുക്കേണ്ടത്. സംഭാഷണങ്ങളിലെ മുൻകാല ഇടവേളകൾ പലപ്പോഴും ആർക്കും പ്രയോജനമില്ലാത്ത സംഘർഷങ്ങൾക്ക് കാരണമായിട്ടുണ്ടെന്നും ഇത് സ്ഥാപനവൽക്കരിച്ചതും തടസ്സമില്ലാത്തതുമായ ഇടപെടലുകളുടെ ആവശ്യകതയെന്ന് ശക്തിപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിന്റെ സന്ദേശത്തിന്റെ കാതൽ മാനുഷിക മാനമായിരുന്നു. പ്രത്യേകിച്ചും സംഘർഷബാധിത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ വഷളായ ബന്ധങ്ങളുടെ ആഘാതം ഇപ്പോഴും അനുഭവിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കുടുംബങ്ങൾ വിഭജിക്കപ്പെട്ടു, സാമ്പത്തിക അവസരങ്ങൾ കുറഞ്ഞു, സാമൂഹിക ഐക്യം തകർന്നു. ഈ യാഥാർത്ഥ്യങ്ങൾക്ക് അടിയന്തര ശ്രദ്ധ ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ കൂട്ടായ ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിനുള്ള ആദ്യത്തേതും ഏറ്റവും അത്യാവശ്യവുമായ നടപടിയാണ് സംഭാഷണം പുനരാരംഭിക്കുക എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. പ്രതീകാത്മകമായ ആംഗ്യങ്ങൾക്കപ്പുറം അർത്ഥവത്തായ സംഭാഷണം ഉണ്ടാകണമെന്ന് മിർവൈസ് എടുത്തു പറഞ്ഞു. അത് എല്ലാ പ്രസക്തമായ പങ്കാളികളെയും ഉൾക്കൊള്ളുകയും തുറന്ന മനസ്സോടെയും ധൈര്യത്തോടെയും പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കുകയും വേണം. സമഗ്രവും സുസ്ഥിരവുമായ ചർച്ചകളിലൂടെ മാത്രമേ സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടിയുള്ള ഒരു സുസ്ഥിരമായ ചട്ടക്കൂട് സ്ഥാപിക്കാൻ കഴിയൂ. ഇരു രാജ്യങ്ങളും ഹ്രസ്വകാല രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾക്ക് അതീതമായി ഉയരാനും സമാധാനം, സഹകരണം, പ്രാദേശിക സ്ഥിരത എന്നിവയിൽ വേരൂന്നിയ ദീർഘകാല ദർശനം സ്വീകരിക്കാനും നേതൃത്വത്തോടുള്ള ആഹ്വാനത്തോടെയാണ് അദ്ദേഹം ഉപസംഹരിച്ചത്. ജനങ്ങൾ കാത്തിരിക്കുകയാണ്. നമ്മൾ ഏറ്റുമുട്ടലോ സംഭാഷണമോ തിരഞ്ഞെടുത്തോ എന്ന് ചരിത്രം തീരുമാനിക്കുമെന്നും അദ്ദേഹം സൂചന നൽകി. മാത്രമല്ല, ഇറാനെതിരായ യുഎസിന്റെയും ഇസ്രായേലിന്റെയും യുദ്ധം സൈനിക ശക്തി എത്ര വലുതാണെങ്കിലും അതിന് പരിധികളുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. യുദ്ധങ്ങൾക്ക് സാഹചര്യങ്ങളെ മാറ്റിമറിക്കാനും വലിയ ദുരിതങ്ങൾ വരുത്തിവെക്കാനും കഴിയും. എന്നാൽ ശാശ്വതമായ സമാധാനത്തിനും ശാശ്വത പരിഹാരങ്ങൾക്കും ആത്യന്തികമായ സംഭാഷണം, ചർച്ചകൾ, രാഷ്ട്രതന്ത്രജ്ഞത എന്നിവ അത്യാവശ്യമാണ്. മിഡിൽ ഈസ്റ്റ് യുദ്ധം അവസാനിപ്പിക്കാൻ പാകിസ്ഥാനും ഖത്തറും നടത്തിയ സമാധാന ശ്രമങ്ങളെ അഭിനന്ദിച്ച മിർവൈസ് നയതന്ത്രവും സംഭാഷണവും ബലഹീനതയുടെ ലക്ഷണങ്ങളല്ല, മറിച്ച് തർക്കങ്ങൾ ബലപ്രയോഗത്തിലൂടെ മാത്രം പരിഹരിക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നതാണെന്നും പറഞ്ഞു. പ്രത്യേകിച്ചും ഇന്ത്യക്കും പാകിസ്ഥാനും ഈ പാഠം പ്രത്യേകിച്ചും പ്രസക്തമാണ്. മനുഷ്യരാശിയുടെ 1/4 നമ്മുടെ പ്രദേശത്താണ്. അവിടെ അപാരമായ നാഗരിക സമ്പത്തും അസാധാരണമായ മനുഷ്യവിഭവശേഷിയും വലിയ സാമ്പത്തിക ശേഷിയുമുണ്ട്. എന്നിരുന്നാലും പതിറ്റാണ്ടുകളായി രാഷ്ട്രീയ സംഘർഷങ്ങൾ, അവിശ്വാസം, പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ എന്നിവ ഈ മേഖലയിലെ ജനങ്ങളെ ഈ സാധ്യതകൾ പൂർണ്ണമായും മനസ്സിലാക്കുന്നതിൽ നിന്നും തടഞ്ഞു. സമൂഹങ്ങൾ സാമ്പത്തികമായി മാത്രമല്ല വൈകാരികമായും മാനസികമായും ദുരിതം അനുഭവിക്കുന്നു. യുദ്ധങ്ങളിൽ നിന്നോ ബലപ്രയോഗത്തിൽ നിന്നോ അക്രമത്തിൽ നിന്നോ സുസ്ഥിരമായ സമാധാനം ഉണ്ടാകില്ലെന്ന് വിഘടനവാദ കൂട്ടായ്മയായ ഓൾ പാർട്ടി ഹുറിയസ് കോൺഫറൻസിന്റെ മുൻ തലവനായ മിർവൈസ് പറഞ്ഞു. ശാശ്വത പരിഹാരങ്ങൾക്ക് ഇടപെടൽ, മനസ്സിലാക്കൽ, വിയോജിപ്പുള്ളവരെ പോലും ശ്രദ്ധിക്കാനുള്ള ധൈര്യം എന്നിവ ആവശ്യമാണ്. പ്രധാനമന്ത്രി മോദി അധികാരമേറ്റപ്പോൾ പ്രാദേശിക സഹകരണത്തെക്കുറിച്ച് സംസാരിച്ചതായും അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ താൽപര്യം പ്രകടിപ്പിച്ചതായും പറഞ്ഞു. പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദിയുടെ ആദ്യ വർഷങ്ങളിൽ പ്രകടമായ ഇടപെടലിന്റെ ആത്മാവും അടൽ ബിഹാരി വാജ്പേയി, ഡോക്ടർ മൻമോഹൻ സിംഗ് തുടങ്ങിയ നേതാക്കളുടെ കീഴിലുള്ള ശ്രമങ്ങളും വീണ്ടും പ്രകടമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സമാധാനം ബുദ്ധിമുട്ടായിരിക്കും, സംഭാഷണം മന്ദഗതിയിലായേക്കാം, നയതന്ത്രത്തിന് ക്ഷമ ആവശ്യമായി വന്നേക്കാം. എന്നിരുന്നാലും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും മികച്ച ഭാവി സുരക്ഷിതമാക്കുന്നതിനുമുള്ള ഏറ്റവും വിശ്വസനീയമായ ഉപകരണങ്ങളായി ഇവ തുടരുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.